നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഈ കേളും ഡൈവേർജൻസും ഗ്രേഡിയന്റും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. പ്രൂവ് that first one, curl of r vector is equal to 0. Curl of r vector is equal to 0. Second one, divergence of r vector is equal to 3. Divergence of r vector is equal to 3. And third one, del of norm of r vector. Norm of r vector. Del of norm of r vector is equal to r vector divided by norm of r vector. R vector divided by norm of r vector. Now fourth one is that del of 1 by norm of r vector. അതായത് നേരത്തെ പറഞ്ഞ ആളുടെ റെസിപ്രോക്കൽ ആണ്. 1 by norm of r vector is equal to minus r vector by norm of r vector cube. Norm of r vector cube. Now next one, fifth one, we have to prove that del of norm of r vector raised to n. Norm of del of r vector raised to n is equal to n into norm of r vector raised to n minus 2 into r vector. Into r vector. ഒരു ജനറൽ ഫോർമുല പോലെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. We have to prove these 5 things. ഓക്കെ, പ്രീവിയസ് പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഫസ്റ്റ് വൺ സോൾവ് ചെയ്യാൻ പോകുന്നു. പ്രൂഫ്. നമ്മൾ ആദ്യം തന്നെ ആർ വെക്ടർ എന്താണെന്ന് നോക്കുക. ആർ വെക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. xi പ്ലസ് yj പ്ലസ് zk അറിയാവുന്നതാണ്. നോം ഓഫ് ആർ വെക്ടറും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നോം ഓഫ് ആർ വെക്ടർ എന്ന് പറയുന്നത് ഇയാളുടെ നോം, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. കണ്ടല്ലേ, ഇതാണ് നോം. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തു എന്ന് മാത്രം. നൗ ഇവിടെ ഇയാളെ സ്ക്വയർ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നോം ഓഫ് ആർ വെക്ടർ സ്ക്വയർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റൂട്ട് അങ്ങ് മാറി കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഞാനുണ്ടല്ലോ ഈ നോം ഓഫ് ആർ വെക്ടർ എന്ന് എഴുതി നമുക്കൊരു ബോറടിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും എഴുതുന്നത് പ്രശ്നമാണ്. ഓക്കെ, അത് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ ഒന്നാമത് മാത്സുകാരൊക്കെ മടിയന്മാരാണ് വീണ്ടും എഴുതാൻ. അപ്പൊ നോം ഓഫ് ആർ വെക്ടർ എന്ന് പറയുന്നതിനെ ഞാൻ വെറും ആർ ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി തൊട്ട്. അതായത് മുകളിൽ ആ വെക്ടർ സൈൻ ഇല്ലാതെ വെറും ഒരു ആർ. അപ്പൊ ഇനി വെറും ഒരു ആർ ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. ഇവിടെ അപ്പോ സ്വാഭാവികമായിട്ട് ഇയാള് ആർ സ്ക്വയർ ആവും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്, എപ്പോഴും നോം ഓഫ് ആർ വെക്ടർ എഴുതണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടി. ഞാൻ ഇവിടെ ഡിഫറൻഷിയേറ്റ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാൻ പോവുകയാണെ. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവ് 2r എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ ആർ ബൈ ഡോ എക്സ്. നിങ്ങൾ വിചാരിക്കരുത് ആർ സ്ക്വയറിന് എക്സ് ഇല്ലല്ലോ, പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 അല്ലേ കിട്ടേണ്ടതെന്ന്. അങ്ങനെയല്ല, ആർ ഇസ് ഡിപ്പെൻഡിങ് ഓൺ എക്സ്. ആറ് എക്സ് കൂടെ ഉള്ള ഒരു ടേം ആണ് ആർ. അപ്പോൾ ആർ ഇസ് ഡിപ്പെൻഡിങ് ഓൺ എസ്. അതുകൊണ്ട് ആള് 0 ഒന്നും ആവാനൊന്നും പോകുന്നില്ല. അപ്പോൾ 2 into r into ഡോ ആർ ബൈ ഡോ എക്സ്. ആൻഡ് ദിസ് വൺ ഇസ് ഈക്വൽ ടു എക്സിന്റെ ഡെറിവേറ്റീവ് 2x. ബാക്കി രണ്ടുപേരും 0.
0. അതിൽ നിന്ന് നമുക്ക് ഡോ ആർ ബൈ ഡോ എക്സിനെ സെപ്പറേറ്റ് ചെയ്യാം. ഡോ ആർ ബൈ ഡോ എക്സ് എന്താണ്? ഈ 2r ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് ബൈ ആർ കിട്ടും. 2r അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2 2 വെട്ടിപ്പോവും, ബാക്കി എക്സ് ബൈ ആർ എന്ന് കിട്ടും. ഇനി ഇതേ ഇക്വേഷനെ തന്നെ വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോ 2r ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ കിട്ടും. ഡോ ആർ ബൈ ഡോ വൈ. എന്നിട്ട് ഇവിടെ എക്സും ഇസഡും പോവും, ബാക്കി വൈയുടെ മാത്രമാണ് 2y. therefore ഡോ ആർ ബൈ വെയിറ്റ് എ മിനിറ്റ് ഓക്കെ ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറയുന്നത് y ബൈ ആർ എന്ന് കിട്ടും. y by r എന്ന് കിട്ടും. Again we will partially differentiate with respect to z. Partially differentiate with respect to z. അതേ ഇക്വേഷനെ. അപ്പൊ നമുക്ക് 2r into ഡോ ആർ ബൈ ഡോ z എന്ന് കിട്ടും. ഡോ ആർ ബൈ ഡോ z എന്ന് കിട്ടും, which is equal to അപ്പുറത്തെ സൈഡിലെ 2z. അപ്പോ നമുക്ക് ഡോ ആർ ബൈ ഡോ z എന്ന് പറയുന്നത് z by r എന്ന് കിട്ടും. z by r. കണ്ടല്ലോ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ആളിനെ എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് ഉപയോഗം വരുന്ന ആളാണ്, അതുകൊണ്ടാണ് ആദ്യമേ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ എഴുതി വെച്ചത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നോം ഓഫ് ആർ വെക്ടറിനെ ഞാൻ ആർ എന്ന് ഡിനോട്ട് ചെയ്തു. അതിനുശേഷം ഡോ ആർ ബൈ ഡോ എക്സ്, ഡോ ആർ ബൈ ഡോ വൈ, ഡോ ആർ ബൈ ഡോ ഇസഡിനെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചു. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, നൗ നമുക്ക് നേരെ ഓരോന്നോരോന്നായിട്ട് പ്രൂവ് ചെയ്യാൻ പോവാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. ശരി, അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൂഫിലേക്ക് പോകുന്നു. ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? കേൾ ഓഫ് ആർ വെക്ടർ ഇസ് ഈക്വൽ ടു 0. കേൾ ഓഫ് ആർ വെക്ടർ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ശരി, അപ്പൊ നമുക്ക് എഴുതാം. കേൾ ഓഫ് ആർ വെക്ടർ എന്താണ്? ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ആറിന്റെ എക്സ് ഐ കമ്പോണന്റ്, ആറിന്റെ ഐ കമ്പോണന്റ് എക്സ്, ആറിന്റെ ജെ കമ്പോണന്റ് വൈ, ആറിന്റെ കെ കമ്പോണന്റ് ഇസഡ്. കഴിഞ്ഞു. which is equal to I into ഡോ ബൈ ഡോ വൈ ഓഫ് z 0 minus ഡോ ബൈ ഡോ z ഓഫ് y 0 minus j into ഡോ ബൈ ഡോ x of z 0 ഡോ ബൈ ഡോ z of x 0 plus k into ഡോ ബൈ ഡോ x of y 0 minus ഡോ ബൈ ഡോ y of x 0. അപ്പൊ ഇത് മൊത്തത്തിൽ 0 അല്ലേ? 0. കഴിഞ്ഞു. കേൾ ആർ വെക്ടർ ഈക്വൽ ടു 0. പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ കേൾ ആർ വെക്ടർ 0 ആയി കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. ഓക്കെ, നൗ second one to prove, that is divergence of r vector is equal to 3. ഇതാണ് നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളത്. ശരി, അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് പോവാം. ഡൈവർജൻസ് ഓഫ് ആർ വെക്ടർ. ഓക്കെ, ഡൈവർജൻസ് ഓഫ് ആർ വെക്ടർ എന്താണ്? ആർ വെക്ടർ എന്ന് പറയുമ്പോൾ അറിയാം, എക്സ് ഐ പ്ലസ് വൈ ജെ, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. കണ്ടല്ലോ, ഡൈവേർജൻസ് ഓഫ് ആർ വെക്ടർ. ഐ കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഐ കമ്പോണന്റ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 പ്ലസ് ജെ കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു വൈ പ്ലസ് കെ കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് 1, ദാറ്റ് ഇസ് 3. കഴിഞ്ഞു. ഒന്നുമില്ല, കണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓവർ. സിമ്പിൾ ആണ്. നൗ തേർഡ് വൺ എന്താണ്? del of norm of r vector is equal to r vector by norm of r vector.
ആർ വെക്ടർ ബൈ നോം ഓഫ് ആർ വെക്ടർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഈ നോം ഓഫ് ആർ വെക്ടറിനെ നമ്മൾ വേറൊരു രീതിയിൽ ഡിനോട്ട് ചെയ്യും. അപ്പോൾ അയാളെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഡെൽ ആർ ഇസ് ഈക്വൽ ടു ആർ വെക്ടർ ബൈ ആർ. ഇതല്ലേ കുറച്ചുകൂടെ എളുപ്പം, എഴുതാൻ എളുപ്പം ഇതാണല്ലോ. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഡെൽ ഓഫ് ആർ കണ്ടുപിടിക്കാം. ഡെൽ ഓഫ് ആർ, ഇനി ഈ നമ്മുടെ ആർ എന്ന് പറയുന്ന ആള് നോം എടുത്ത് കഴിയുമ്പോൾ, ആർ വെക്ടറിന് നോം എടുത്ത് കഴിയുമ്പോൾ അത് നോം ഓർ എ വെക്ടർ, അയാൾ വെറും ഒരു ഫംഗ്ഷൻ ആണ്. അയാള് വെറും ഒരു ഫംഗ്ഷൻ ആണ്. therefore ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ആർ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ആർ ഇൻറ്റു കെ. ഈ ആളിനെ അല്ലേ നമ്മൾ കുറച്ചു മുമ്പേ കണ്ടുപിടിച്ചത്. ഡോ ആർ ബൈ ഡോ എക്സ്, ഡോ ആർ ബൈ ഡോ എക്സ് എന്താണ്? എക്സ് ബൈ ആർ. തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടുപിടിച്ചതാണ്. ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ ആർ, ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറയുന്നത് വൈ ബൈ ആർ. ഓക്കെ, ഡോ ആർ ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബൈ ആർ ഇൻറ്റു കെ. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ? ചെയ്യേണ്ടി വന്നില്ല. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ the whole divided by r, the whole divided by r. മുകളിലുള്ളത് നിങ്ങളുടെ ആർ വെക്ടർ അല്ലേ, ആർ വെക്ടർ, ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ആർ, അതായത് അയാളുടെ നോം. പ്രൂവ് ചെയ്തില്ലേ? ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ആറിന് മറ്റേ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ എടുത്തു കൊടുത്ത് ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് തന്നെ കിട്ടും. പക്ഷെ ഇച്ചിരി സ്റ്റെപ്പ് കൂടുമെന്ന് മാത്രം, ഇത്തിരി സ്റ്റെപ്പ് കൂടും. അത് ഒഴിവാക്കാനാണ് ഞാൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത്. ഈ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത് ആ സ്റ്റെപ്പ് വെറുതെ ആ സ്റ്റെപ്പ് വലിച്ചു വാരി എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ പോയത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. അടുത്ത നാലാമത്തത് എന്താണ്? ഡെൽ ഓഫ് 1 ബൈ നോം ഓഫ് ആർ വെക്ടർ, del of 1 by norm of r vector is equal to minus r vector by norm of r vector cube, norm of r vector cube. ഈ norm r നെ നമുക്ക് r എന്ന് റീപ്ലേസ് ചെയ്യാമല്ലോ. അതായത് norm of 1 by r is equal to minus r vector by r cube. norm of r ന് പകരം നമ്മൾ പറഞ്ഞ പോലെ r ഞാൻ കൊടുക്കുകയാണ്. ഇതാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. പ്രൂവ് ചെയ്യാം. ഡെൽ ഓഫ് 1 ബൈ ആർ എന്ന് പറയുന്നത് ഡെൽ ഓഫ് ആർ റൈസ് ടു മൈനസ് 1, ഡെൽ ഓഫ് ആർ റൈസ് ടു മൈനസ് 1 ആണല്ലോ. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഡെല്ലിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ റൈസ് ടു മൈനസ് 1, ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ റൈസ് ടു മൈനസ് 1 ഇൻറ്റു ഐ plus dou by dou y of r raised to minus 1 into j plus dou by dou z of r raised to minus 1 into k. ഇതാണല്ലോ ആള്. ഓക്കെ, അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. മാത്രമല്ല നിങ്ങൾ മനസ്സിൽ കാണുക, r എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും ടേംസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് കീപ്പ് ഇൻ മൈൻഡ്. അതിനുശേഷം നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. r raised to minus 1 ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് minus 1 into r raised to minus 1 minus 1 into dou r by dou x. r ആളുടെ ടേം ആണല്ലോ, x ഉള്ള ടേം ആണല്ലോ. അപ്പൊ dou r by dou x into i plus minus 1 into r raised to minus 1 minus 1 dou r by dou y into j, now plus minus 1 into r raised to minus 1 minus 1 dou r by dou z into k. കണ്ടല്ല, സിമ്പിൾ ആണ്. therefore നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാം. മൈനസ് r raised to
-1 ആണല്ലോ. r raised to -2, r raised to -2, that will be -1 by r square എന്ന് എഴുതി. -1 by r square. ഡോ r by ഡോ x എന്താണെന്ന് നമുക്കറിയാം, ആള് x by r ആണ് ഇൻറ്റു y പ്ലസ് ഇയാൾ എന്താണ് -1 by r square. -1 by ഇവിടെ പറഞ്ഞ പോലെ അല്ലേ, -1 by r square. ഡോ r by ഡോ y എന്താണ് y by r ഇൻറ്റു j. ഇനി ഇതെന്താണ് -1 by r square ഇൻറ്റു ഡോ r by ഡോ z എന്ന് പറയുന്നത് z by r ഇൻറ്റു k. z by r ഇൻറ്റു k. കണ്ടല്ലോ, കഴിഞ്ഞു. ഇവിടെ എല്ലാ ടേമിലും ഇപ്പോൾ ഡിനോമിനേറ്ററിലെ എല്ലാ സ്ഥലത്തും എന്താണ് 1 by r ക്യൂബ് കോമൺ ഉണ്ട്. 1 by r ക്യൂബ് കോമൺ ഉണ്ട്. പിന്നെ ഒരു മൈനസ്, രണ്ടുപേരെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. -1 by r ക്യൂബ്. ബാക്കി എന്താണുള്ളത്? xi പ്ലസ് yj പ്ലസ് zk. കഴിഞ്ഞു. ഈ xi പ്ലസ് yj പ്ലസ് zk ആണ് നിങ്ങളുടെ r വെക്റ്റർ. therefore minus of r vector divided by r cube as we desired. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. മൈനസ് r vector by r cube. ഇത് നിങ്ങൾ r-ന് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്ന വാല്യൂ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇന്നൊന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും r-ന് ആ വാല്യൂ കൊടുത്തിട്ടേ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്ന വാല്യൂ കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകും. അതുകൊണ്ട് ഇത് ഒരുപാട് ലോങ് ആവും, എവിടെയെങ്കിലും തെറ്റും, ആൻസറിലേക്ക് എത്താതെ വരും. സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചിലപ്പോൾ സ്റ്റക്ക് ആകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതില്ല. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു മെത്തേഡിന്റെ റിലവൻസ് അവിടെയാണ്. നൗ നെക്സ്റ്റ് വൺ, അടുത്ത കാര്യം പ്രൂവ് ചെയ്യുന്നു. എന്താണ് അഞ്ചാമത്തെ പോയിന്റ്? ഡെൽ ഓഫ് നോം ഓഫ് r vector raised to n is equal to n into norm of r vector raised to n minus 2 into r vector. n minus 2 into r vector. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടാകുന്നത്. അതായത് നോം ഓഫ് r വെക്ടറിനെ ഞാൻ r എന്ന നൊട്ടേഷൻ കൊടുക്കുമ്പോൾ നോം r raised to n del r raised to n is equal to n into r raised to n minus 2 into r vector. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനു വേണ്ടി പോകാം. അപ്പൊ നമ്മൾ നേരെ del ഓഫ് r raised to n, ഇതെന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് r raised to n into i പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് r raised to n into j plus dou by dou z of r raised to n into k. കണ്ടല്ലോ, അത്രയേ ഉള്ളൂ. which is equal to this particular thing. എന്താണ് r raised to n? r ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ z ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ n into r raised to n minus 1 into dou r by dou x into i plus n into r raised to n minus 1 into dou r by dou y into j. Now again n into r raised to n minus 1 into dou r by dou z into k. അത്രയേ ഉള്ളൂ. കണ്ടല്ലോ, നമുക്കറിയാം എന്താണ് ഡോ ആർ ബൈ ഡോ എക്സും ഡോ ആർ ബൈ ഡോ വൈ ഒക്കെ എന്ന്. അപ്പോൾ r raised to n minus 1 into x by r into i plus n into r raised to n minus 1 into y by r into j plus n into r raised to n minus 1 into z by r into k. ഇവിടെ എല്ലായിടത്തും n into r raised to n minus 1 by r കോമൺ ആണ്. നമുക്കത് പുറത്തേക്ക് എടുക്കാം. n into r raised to n minus 1 by r പുറത്തേക്ക് എടുത്തു. ബാക്കി ഉണ്ടാവുന്നത് xi plus yj
പ്ലസ് ZK. അത്രയും മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുന്നത്. ഇവിടെ r⁻n-1, ഇവിടെ താഴെയാണ് 6, അതായത് മുകളിലേക്ക് പോകുമ്പോൾ r⁻−1 ആവും. അപ്പോ r⁻n-1 പിന്നെ ഒരു -1, അപ്പോ r⁻n-2 ആവൂലേ? n-2 ആവും. ഇപ്പൊ r⁻n-2 ഇതാണെങ്കിലോ നിങ്ങളുടെ r വെക്ടർ. നിങ്ങളുടെ r വെക്ടർ കഴിഞ്ഞു. ഹെൻസ് വി ആർ ഡൺ. സിമ്പിൾ ആയി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ല? ഓക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഇവിടത്തെ ട്രിക്ക് കിടക്കുന്ന ആദ്യത്തെ ഇൻട്രൊഡക്ഷനിലാണ്. ആദ്യത്തെ ഇൻട്രൊഡക്ഷനിലാണ് ഇതിന്റെ ട്രിക്ക് ഉള്ളത്. മാത്രമല്ല മാക്സിമവും നോം ഓഫ് ആർ വെക്ടറിനെ √(x² + y² + z² എന്ന് എടുക്കാതിരിക്കുക. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റിപ്പോവും. പെട്ടെന്ന് ആൻസറിലേക്കൊന്നും നിങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു കാര്യം. സിമ്പിൾ ആണ്, പക്ഷെ എങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം. If f is a differentiable function, let f be a differentiable function. Question: let f be a differentiable function. Let f be a differentiable function of one variable. ഒരു വേരിയബിളേ ഉള്ളൂ കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ്. Prove that del f of r is equal to f dash of r into r vector the whole divided by r. Del f of r is equal to f dash of r into r vector divided by r, where r is equal to norm of r vector. r എന്ന് പറയുന്നത് norm of r vector ആണ്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ. കണ്ടല്ലോ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയില്ലേ? ആ കാര്യങ്ങൾ ഓർമ്മ വരണം. പറ്റുമെങ്കിൽ ഇവിടെ എഴുതുക. ഞാൻ എഴുതുന്നില്ല എന്തായാലും. ആ കാര്യങ്ങൾ എന്തായാലും ഓർമ്മ വരണം, അത് ഇവിടെ എഴുതണം. വേണമെങ്കിൽ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ ഉണ്ടല്ലോ, ദിസ് വൺ, ഈ ഒരു കാര്യം, ഇയാളെ ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതിയിരിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ, ഇയാളെ ഞാൻ ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതുകയാണ്. അപ്പൊ ഞാനിവിടെ ആ ഒരു കാര്യം ഇവിടെയും വരും. അതുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ പ്ലസ് എന്ന് എഴുതിയേക്കുകയാണ്. അതായത് ആ ഇൻട്രൊഡക്ഷൻ ഇവിടെ വരണം, എഴുതാൻ പഠിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് വരണം, ആ കാര്യങ്ങൾ ഓർമ്മയിൽ വരണം എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാം. നേരെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പോവാം. എഫ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഫംഗ്ഷൻ മാത്രമാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. എഫ് ഓഫ് ആർ എന്തായിരിക്കും? ∂x of f of r into I plus ∂y of f of r into j plus ∂z of f of r into k. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്. അകത്ത് r ഉണ്ട്, r-ലെ x ഉണ്ട്. Therefore this will be like f dash of r, പിന്നെ r ന്റെ ഡെറിവേറ്റീവ് ∂r by ∂x into I plus again
f dash of r into dou r by dou y into j plus f dash of r again into dou r by dou z into k. dou r by dou z into k. എല്ലാ ടേമിലും f dash of r ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നില്ല. f dash of r കോമൺ എടുത്തു. ബാക്കി dou r by dou x എന്താണ്? x by r നിങ്ങൾക്ക് അറിയാം. പ്ലസ് dou r by dou y by r into j plus dou r by dou z by r into k. എല്ലാ ടേമിലും 1 by r കോമൺ ഉണ്ട്. അയാളെയും കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. f dash of r by r. ബാക്കി xi plus yj plus zk ആണ്. അത് നമ്മുടെ r വെക്ടർ ആണ്. hence we are proved. പ്രൂഫ് കഴിഞ്ഞു. hence we are proved. സിമ്പിളായി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യമേ ഉള്ളൂ, ആറിന്റെ ആ ഒരു സെലക്ഷൻ മാത്രം, പിന്നെ അയാളുടെ ഡെറിവേറ്റീവ് ഇൻട്രൊഡക്ഷനിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നേനെ. ഇപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. കണ്ടല്ല? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് f vector be a vector field of the form f vector of r vector is equal to f of r into r vector. f of r into r vector and divergence of f vector is equal to 0. Divergence of x vector is equal to 0. എന്താണ് f of r vector എന്ന് പറയുന്നത്? f of r എന്ന് പറയുന്നത് ഏതൊരു ഫംഗ്ഷൻ ആണ്. r എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, norm of r vector ആണ്. മാത്രമല്ല ആ പുള്ളിക്കാരന്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഡൈവേർജൻസ് എന്ന് പറയുന്നത് 0 ആണ്. we have to prove that f vector is an inverse square field. f vector is an inverse square field. ഈ പറഞ്ഞേക്കുന്ന f vector ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഈ ഇരിക്കുന്ന f vector ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഈ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഫോമുല നിങ്ങൾക്ക് അറിയാലോ. ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഫോം, അതായത് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഫോം f vector is equal to a constant into r vector divided by norm of r cube ആണ്. അത് r cube എന്ന് എഴുതുന്നു. സൈഡിൽ വേണോ എഴുതിക്കോ. norm of r വെക്ടറിനെ നമ്മൾ r ആയിട്ടാണ് എടുക്കുന്നത് നൊട്ടേഷണൽ കൺവീനിയൻസിന് വേണ്ടി. ഇങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് ഓവറായി. നമുക്ക് തന്നിട്ടുള്ള f വെക്ടർ ഇങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഓക്കെ, ഈ ഫോമാറ്റിലാണ് f വെക്ടർ കിടക്കുന്നതെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് ഈസ് ഓവർ. കണ്ടല്ലോ? we have to prove this. ഇതിനെ പ്രൂവ് ചെയ്താൽ മതി, കാര്യം കഴിഞ്ഞു. ഇയാളെ പ്രൂവ് ചെയ്താൽ മതി, കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. as I said, we need the introduction part. അത് വേണം, അതിവിടെ ആഡ് ചെയ്തോളുക. അത് വെച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് f vector of r vector എന്ന് പറയുന്നത് f of r into r vector ആണ്. f of r into r vector. കണ്ടല്ലോ? f of r into r vector എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് f of r into r vector is equal to f of r into x into y plus f of r into y j plus f of r into z into എന്താണ് k. f of r into z into k.
ഇതാണ് നമ്മുടെ ആള്. അറിയാല്ല? പ്രിറ്റി സിമ്പിൾ. ശരി, അപ്പൊ നമ്മളത് ചെയ്യാൻ പോവുകയാണ്. ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ. Divergence of f vector of r vector, which is equal to dou by dou x of ഇയാളുടെ ഐ കമ്പോണന്റ് ആര് എഫ് എഫ് ആർ ഇൻറ്റു എക്സ്, അതാണ് അയാളുടെ ഐ കമ്പോണന്റ്, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എഫ് ആർ ഇൻറ്റു വൈ ജെ കമ്പോണന്റ്, പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെ കമ്പോണന്റ് എഫ് എഫ് ആർ ഇൻറ്റു ഇസഡ്. കണ്ടല്ല? ചെയ്യാം. We will do first function into derivative of second function. X ന്റെ partial derivative with respect to x 1 ആണ്, പ്ലസ് ഇയാളുടെ partial derivative with respect to x എന്താണ് f dash of r into dou r by dou x. ഇപ്പൊ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും ആ പ്രൊസീജിയർ. f dash of r by dou x into second function plus first function into partial derivative with respect to y. y യുടെ partial derivative with respect to y 1 ആണ്, അത് 1 ആണ്, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് f dash of r into dou r by dou y into second function, that is y. Now third component എന്താണ് first function into derivative of second function with respect to z 1 ആണ്, plus derivative of first function f dash of r into dou r by dou z into z. കണ്ടല്ല? എഫ് എഫ് ആർ 3 പ്രാവശ്യം വരുന്നുണ്ട്, ആ 3 പ്രാവശ്യം ഉള്ളതിനെ എഴുതി വെച്ചു. 3 into എഫ് എഫ് ആർ കണ്ടല്ല? അതിനുശേഷം ഈ ടേമുകളാണ്, ഈ 3 ടേം ആണുള്ളത്. ആ 3 ടേമിലും എഫ് ഡാഷ് ഓഫ് ആർ കോമൺ ആണ്, അയാളെ ഞാൻ കോമൺ ആയി പുറത്തേക്ക് എടുത്തു. പിന്നെ ഉണ്ടാകുന്നത് ഡോ ആർ ബൈ ഡോ എക്സ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, എക്സ് ബൈ ആർ ആണ്, ഇൻറ്റു എക്സ്, ഈ എക്സ്. ഇനി അടുത്ത് ഡോ ആർ ബൈ ഡോ വൈ, ദാറ്റ് ഈസ് വൈ ബൈ ആർ ഇൻറ്റു വൈ. പിന്നെ അടുത്തുള്ളത് ഇസഡ് ബൈ ആർ ഇൻറ്റു ഇസഡ്. മൂന്നിലും 1 by r കോമൺ ആണ്, അയാളെയും കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. Therefore this will be 3 into f of r plus f dash of r divided by r into എന്താണ് x square plus y square plus z square. x square plus y square plus z square. ഈ x square plus y square plus z square അല്ലേ r square? കാരണം r എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ അല്ലേ? ആ റൂട്ട് മാറിയതല്ലേ ഇയാള്, അപ്പൊ ഇയാള് r സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് 3 into f of r plus f dash of r into r square divided by r. ഈ ആറും വെട്ടിക്കളയാം. അതിനുശേഷം നമുക്ക് ബാക്കിയാവുന്നത് 3 into f of r plus f dash of r into r. ഇതാണ് ആള്. കണ്ടല്ല? അപ്പൊ ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ നമുക്ക് കിട്ടി. ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ is equal to 3 into f of r plus f dash of r into r. കണ്ടല്ല? വളരെ സിമ്പിൾ ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ട്. എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ 0 ആണെന്ന്. തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ ഈ വാല്യൂ 0 ആണ്. 3 into f of r plus f dash of r
into r is equal to 0. 3 into f of r plus f dash of r into r is equal to 0. ഡൈവർജൻസ് 0 ആയതുകൊണ്ട് ഞാനിവിടെ ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ ഞാൻ ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്താവും ഇയാൾക്ക് മാറ്റുമെന്ന് നോക്കാം. 3 ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ആർ. ഇവിടെ ഓൾറെഡി ഒരു ആർ ഉണ്ട്, അതുകൊണ്ട് ആർ ക്യൂബ് ആകും ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ആർ. ആർ ക്യൂബ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ആർ എന്നാണ്. ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നിങ്ങൾ നോക്കുക, ആർ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് ആറിനെ ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ആർ. ആർ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് ആറിനെ ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ആർ. എന്ത് കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. എഫിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ആർ. സംഭവം ആറിലാണ്, വേരിയബിൾ ആറാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വേരിയബിൾ ആറാണ്, ഇങ്ങനെ എഴുതി. 6 മാത്രമേ ഉള്ളൂ എല്ലാത്തിനും. അപ്പോ ഡി ബൈ ഡി ആർ ഓഫ് ആർ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എന്താണ്? 3r സ്ക്വയർ എഫ് ഓഫ് ആർ പ്ലസ് ആർ ക്യൂബ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ആർ. കണ്ടല്ല, ഈ പുള്ളിക്കാരനല്ലേ ദേ ഈ ഇരിക്കുന്നത്, ഇയാളാണല്ലോ ദേ ഇരിക്കുന്നത്. അപ്പോ ഇയാൾക്ക് പകരം നമുക്ക് ഇയാളെ ഇനി കൊടുക്കാം. Therefore, this will be d by dr of r cube f of r cube into f of r is equal to 0, which is equal to 0. കണ്ടല്ല, ഈ ഡെറിവേറ്റീവ് സൈൻ മാറ്റാൻ ഞാനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാണ് that to with respect to r. അപ്പോൾ ഈ സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഡെറിവേറ്റീവ് സിമ്പൽ മാറും, അകത്തുള്ള ആൾ മാത്രം വരും, ആർ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് ആർ. പിന്നെ 0യെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. 0യെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് സി ബൈ ആർ ക്യൂബ് ആയില്ലേ? സി ബൈ ആർ ക്യൂബ് ആയി. എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് സി ബൈ ആർ ക്യൂബ് ആയി. കണ്ടല്ലോ, ഇവിടെ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് എഫ് ഓഫ് ആർ വെക്റ്റർ. എഫ് ഓഫ് ആർ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ആർ ഇൻറ്റു ആർ വെക്റ്റർ ആയിരുന്നില്ലേ നമുക്ക് തന്നിട്ടുള്ളത്? എഫ് വെക്റ്റർ ഓഫ് ആർ വെക്റ്റർ ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ വെക്റ്റർ. ഈ എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് സി ബൈ ആർ ക്യൂബ് ആണെന്ന് കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചു. അതെടുത്ത് ഇവിടെ കൊടുക്കാമേ. സി ബൈ ആർ ക്യൂബ് ഇൻറ്റു ബാക്കി ആർ വെക്റ്റർ. ഇതല്ലേ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഫോം? ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഫോം ഓഫ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. അപ്പോ നമ്മുടെ എഫ് വെക്റ്ററിനെ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഫോമിൽ നമ്മൾ കൊണ്ടെത്തിച്ചു. അപ്പോ ഈ എഫ് വെക്റ്റർ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണ്. നമ്മുടെ റിക്വയർഡ് പ്രൂഫ് പ്രൂവ് ചെയ്തു. റിക്വയർഡ് പ്രൂഫ് ഇസ് ഡൺ. കണ്ടല്ലോ, സിമ്പിളായി നമ്മൾ പ്രൂവ് ചെയ്തു. കണ്ടല്ലോ, എന്ത് ചെയ്തെന്ന് നോക്കുക. നമ്മുടെ എഫ് വെക്റ്റർ ഉണ്ടായിരുന്നു. ആ എഫ് വെക്റ്റർ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു. പുള്ളിക്കാരന്റെ ഡൈവർജൻസ് 0 ആയിരുന്നു. നമുക്ക് ആളെ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഈ പെർട്ടിക്കുലർ ഫോമിലേക്ക് എത്തിക്കണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. കോമൺ ഇൻട്രൊഡക്ഷൻ പ്ലസ് എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം എന്താണ്? എഫ് ഓഫ് ആർ വെക്റ്റർ എഴുതി അയാളുടെ ഡൈവർജൻസ് എടുത്തു. കണ്ടുപിടിച്ച ഡൈവർജൻസിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. 0ക്ക് ഇക്വേറ്റ് ചെയ്ത് അവിടെ നിന്നിട്ട് അയാളെ ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് വി റെക്കഗ്നൈസ് ദാറ്റ് ദിസ് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് ആർ. ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോ അതിൽ നിന്ന് എഫ് ഓഫ് ആറിനെ സെപ്പറേറ്റ് ചെയ്തു. എഫ് ഓഫ് ആറിനെ സെപ്പറേറ്റ് ചെയ്ത് എഫ് ഓഫ് ആറിനെ എഫ് വെക്റ്ററിന്റെ ഫോർമുലയിൽ എടുത്തു കൊടുത്തപ്പോ എഫ് വെക്റ്റർ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിന്റെ ഫോമിലായി കിട്ടി. ആൻഡ് ഹെൻസ് വി ആർ ഡൺ. ഓക്കെ, സിമിലർലി ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എഫ് വെക്റ്റർ is equal to f of r into
ആർ വെക്ടർ. എഫ് ഓഫ് ആർ ഇൻറ്റു ആർ വെക്ടർ, നമ്മുടെ വെക്ടർ ഫീൽഡ്. പ്രൂവ് that curl of f vector is equal to 0. Prove that curl of f vector is equal to 0. f vectorന്റെ കേൾ 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. f vectorന്റെ കേൾ 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. വളരെ സിമ്പിൾ ആണ്, നോക്കാം. അപ്പോ നമ്മുടെ കയ്യില് എഫ് വെക്ടർ എന്ന് പറയുന്നത് is equal to f of r into r vector. f of r into r vector. ഓക്കെ, അവിടെ നമുക്ക് കേൾ എടുക്കണം. കേൾ ഓഫ് എഫ് വെക്ടർ, ദാറ്റ് ഇസ് കേൾ ഓഫ് f of r into r vector. f of r into r vector. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേൾ ഓഫ് എ ഫംഗ്ഷൻ ഇൻറ്റു എ വെക്ടർ. കേൾ ഓഫ് എ ഫംഗ്ഷൻ ഇൻറ്റു എ വെക്ടർ എങ്ങനെ ചെയ്യും? വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇന്നലെ കണ്ട ഫോർമുലയാണ്. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, കേൾ ഓഫ് f vector, yeah, curl of function into f vector is equal to function into curl of the vector, plus del of function into function cross del of function cross r vector, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണോ ഫംഗ്ഷൻ അത്. അപ്പോൾ കേൾ ഓഫ് എ ഫംഗ്ഷൻ ഇൻറ്റു എ വെക്ടർ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഇൻറ്റു കേൾ ഓഫ് വെക്ടർ പ്ലസ് ഡെൽ ഓഫ് ഫംഗ്ഷൻ ക്രോസ് ദാറ്റ് വെക്ടർ. കണ്ടല്ലോ? ഓക്കെ, നമ്മൾ എഫ് ഓഫ് ആർ ഇൻറ്റു കേൾ ഓഫ് ആർ വെക്ടർ 0 ആണെന്ന് പ്രൂവ് ചെയ്തതാണ്. കേൾ ഓഫ് ആർ വെക്ടർ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ, ഇന്ന് പഠിച്ചതിന്റെ ആദ്യത്തെ സെക്ഷനിൽ അത് 0 ആണെന്ന് പ്രൂവ് ചെയ്തതാണ്. അപ്പൊ അയാള് 0 ആണ്. ഓക്കെ, പ്ലസ് ഇനി ഡെൽ ഓഫ് എഫ് ഓഫ് ആർ. അപ്പൊ നമുക്ക് ഡെൽ ഓഫ് എഫ് ഓഫ് ആറിനെ എഴുതാം. എന്താണ്? എഫ് ഓഫ് ആറിന്റെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് ആർ ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് f of r into j plus dou by dou z of f of r into k. ഇത്രയും കാര്യം ക്രോസ് ആർ വെക്ടർ. അപ്പോൾ ആദ്യത്തെ ടേം എന്തായാലും 0 ആയി പോയി, അത് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കാം. ദാറ്റ് വിൽ ബി f dash of r into dou r by dou x. f dash of r into dou r by dou x plus f dash of r into dou r by dou y into j plus f dash of r into dou r by dou z into k. കണ്ടല്ലോ? ക്രോസ് ആർ വെക്ടർ. ഇവിടെ എഫ് ഡാഷ് ഓഫ് ആർ കോമൺ ആണ്. എഫ് ഡാഷ് ഓഫ് ആറിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഡോ ആർ ബൈ ഡോ എക്സ് ഇസ് എക്സ് ബൈ ആർ ഇൻറ്റു ഐ പ്ലസ് ഇവിടെ ഡോ ആർ ബൈ ഡോ വൈ വൈ ബൈ ആർ ഇൻറ്റു ജെ പ്ലസ് ഡോ ആർ ബൈ ഡോ ഇസഡ് ഇസഡ് ബൈ ആർ ഇൻറ്റു കെ. ക്രോസ് ആർ വെക്ടർ. ഇവിടെ 1 ബൈ ആർ കോമൺ ആണ്. അയാളെ പുറത്തേക്ക് എടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. എന്താണ്? ആർ വെക്ടർ തന്നെയാണ്.
xi പ്ലസ് yj പ്ലസ് zk ആർ വെക്ടർ തന്നെയാണ് ക്രോസ് ആർ വെക്ടർ. ക്രോസ് ആർ വെക്ടർ xi ആർ വെക്ടർ ക്രോസ് ആർ വെക്ടർ. സെയിം വെക്ടറുകളെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓറൽസ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പാരലൽ വെക്ടേഴ്സ്, ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പാരലൽ വെക്ടേഴ്സ് 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ ആർ വെക്ടറിന് പാരലൽ തന്നെയാണ്, കാരണം രണ്ട് സെയിം വെക്ടർ തന്നെയാണ്, രണ്ടുപേരും സെയിം വെക്ടർ തന്നെയാണ്. ഇനി സംശയമുള്ളവർ വേണമെങ്കിൽ ആർ വെക്ടർ ക്രോസ് ആർ വെക്ടർ മറ്റേ ഡിറ്റർമിനന്റ് വെച്ച് ചെയ്ത് നോക്കിക്കോ, പ്രശ്നമില്ല. ഡിറ്റർമിനന്റ് വെച്ച് ചെയ്ത് നോക്കിക്കോ, പ്രശ്നമില്ല. പക്ഷേ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പാരലൽ വെക്ടർ 0 ആയിരിക്കും. ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പാരലൽ വെക്ടർ 0 ആയിരിക്കും. അതുകൊണ്ട് this will be equal to f dash of r divided by r into 0. f dash of r divided by r into 0. അപ്പോൾ this is equal to 0. പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ആർ വെക്ടറിനോട് തന്നെ പാരലൽ ആണ്, അതുകൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോ, ഡിറ്റർമിനന്റ് വെച്ച് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോ, കിട്ടും. കണ്ടല്ല, സിമ്പിൾ ആണ്, അത് കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, അത് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചിട്ടുള്ളതാണെങ്കിലും മറന്നുപോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക, അത്രേ ഉള്ളൂ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് del square f of r is equal to 2 into f dash of r. Del square f of r is equal to 2 into f of r divided by r plus f double dash of r, where r is equal to norm of r vector. Del square f of r നമ്മുടെ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ഓർമ്മ കാണും. ഡെൽ സ്ക്വയർ എഫ് എഫ് ആർ എന്ന് പറഞ്ഞാൽ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ഓഫ് എഫ് എഫ് ആർ ഇസ് ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്യണം. 2 into f dash of r divided by r plus f double dash of r. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ എപ്പോഴും എഴുതാറുള്ള ഇൻട്രൊഡക്ഷൻ അതേപോലെ ഇവിടെ വേണം, ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, നമുക്കിനി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഡെൽ സ്ക്വയർ ഓഫ് എഫ് എഫ് ആർ, ഡെൽ സ്ക്വയർ ഓഫ് എഫ് എഫ് ആർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫോർമുലയുണ്ട്. ദാറ്റ് വിൽ ബി ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എഫ് എഫ് ആർ, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എഫ് എഫ് ആർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ of f of r, dou square by dou y square of f of r plus dou square by dou z square of f of r, dou square by dou z square of f of r. അറിയാവുന്ന കാര്യമായിരിക്കും. ഓക്കെ, നൗ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ആദ്യത്തെ ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഓഫ് ആറിന്റെ ആദ്യത്തെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. സിമിലർലി ഇവിടെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ഡോ ബൈ ഇവിടെ കിടക്കട്ടെ. എന്താണ്? എഫ് ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ. ഫൈനലി ഡോ ബൈ ഡോ ഇസഡ് ഓഫ് f dash of r into dou r by dou z, dou r by dou z. കണ്ടല്ല, സിമ്പിൾ ആണ്. ഇനി എന്താണ്? ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. പക്ഷെ ഇപ്രാവശ്യം പ്രോഡക്റ്റ് റൂൾ ആണ്. എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇയാളെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഇസ്
ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പൊ ഞാനുണ്ടല്ലോ അത് അങ്ങനെ എഴുതുന്നില്ല. ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നില്ല. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് എഴുതുകയാണേ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ് ഇങ്ങനെ എഴുതുകയാണ്. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എന്താണ് ഡോ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ ഫംഗ്ഷൻ എന്താണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. കണ്ടല്ല? സിമിലർ ഫാഷനിൽ ബാക്കി രണ്ടുപേരെയും കൂടെ ചെയ്യാം. എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ വൈ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ. ഡോ ആർ ബൈ ഡോ വൈ. ഇനി അടുത്ത് മൂന്നാമത്തെ ആളും ഇതേ ഫാഷനിൽ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ ബൈ ഡോ ഇസഡ് ഡോ ആർ ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ആർ ബൈ ഡോ ഇസഡ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ്. ഈ ഡോ ആർ ബൈ ഡോ എക്സിന്റെയും ഡോ ആർ ബൈ ഡോ വൈയുടെയും ഡോ ആർ ബൈ ഡോ ഇസഡിന്റെ വാല്യൂ നമുക്കറിയാലോ. ആ വാല്യൂ ഞാൻ എടുത്ത് എഴുതുകയാണ്. അറിയാവുന്ന ആ വാല്യൂ ഞാൻ എടുത്ത് എഴുതുകയാണ്. നമ്മള് ഡെൽ സ്ക്വയർ എഫ് ഓഫ് ആർ ആയിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു വാല്യൂസ് എടുത്ത് എഴുതുകയാണ്. ആദ്യ കുറച്ച് ടേമുകളിലുണ്ടല്ലോ എഫ് ഡാഷ് ഓഫ് ആർ ഉള്ള ടേം ഉണ്ടല്ലോ, ആ ടേമുകളെ ഞാൻ ആദ്യം എഴുതുകയാണ്. എഫ് ഡാഷ് ഓഫ് ആർ ഉള്ള ആ ടേംസിനെ ആദ്യം എഴുതുകയാണ്. എഫ് ഡാഷ് ഓഫ് ആർ ഉള്ള ടേംസ് ആദ്യം എഴുതുന്നു. എഫ് ഡാഷ് ഓഫ് ആറിനെ എല്ലാം അവിടെ നിന്ന് കോമൺ എടുത്തു. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ് അതിനെ ഞാൻ എക്സ് ബൈ ആർ എന്ന് എഴുതി. ഇനി അടുത്തെന്താണ്? പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ആർ ബൈ ഡോ വൈ അയാളെ വൈ ബൈ ആർ എന്ന് എഴുതി. ഇനി അടുത്ത് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് ബൈ ആർ. അവരെയൊക്കെ എഴുതി. ഓക്കെ, ഇനി ഫൈനലി അടുത്ത ടേമിലെല്ലാം എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ കോമൺ ഉണ്ട്. ആ എഫ് ഡബിൾ ഡാഷ് ഓഫ് ആറിനെ ഞാൻ കോമൺ ആയി പുറത്തേക്ക് എടുക്കും. അവിടെ ഓരോരുത്തരിലും ഡോ ആർ ബൈ ഡോ എക്സ്, ഡോ ആർ ബൈ ഡോ വൈ, ഡോ ആർ ബൈ ഡോ ഇസഡ് 2 പ്രാവശ്യം വെച്ചുണ്ട്. അവരെല്ലാരും 2 പ്രാവശ്യം വെച്ചുണ്ട്. അപ്പൊ എന്താവും? എക്സ് ബൈ ആർ ഇൻറ്റു എക്സ് ബൈ ആർ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ, y by r into y by r that will be y square by r square, plus z by r into z by r that is z square by r square. കണ്ടല്ല? ഓക്കെ, നെക്സ്റ്റ് ആദ്യത്തെ ടേമിൽ ഇയാളെ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. നോക്കുക, എക്സിന്റെ ടേം ആറിലും എക്സ് ഉണ്ട്. ആ കാര്യം ഓർക്കണം. എഫ് ഡാഷ് ഓഫ് ആർ ഇൻറ്റു നോക്കാം എന്താണ് കോഷ്യന്റ് റൂൾ, വൈ സ്ക്വയർ അല്ല ആർ സ്ക്വയർ, സോറി, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു എന്താണ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണ് 1. എക്സിന്റെ ഡെറിവേറ്റീവ്, ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ന്യൂമറേറ്റർ മൈനസ് denominator, first derivative of numerator into denominator minus numerator into derivative of denominator, that is dou r by dou x. ഇനി അടുത്തത് ഇയാളുടേത് പ്ലസ് denominator square into derivative of numerator, y യുടെ derivative with respect to y 1 ആണ്, into denominator minus numerator into
ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് എന്താണ് ന്യൂമറേറ്റർ സ്ക്വയർ ആർ സ്ക്വയർ. സോറി, ഇവിടെ ന്യൂമറേറ്റർ ആർ ആണ്, ഞാൻ മറന്നുപോയി. വൈ എന്ന് വീണ്ടും വീണ്ടും ഇവിടെയാണ്, ആറാണ് കേട്ടോ, ഇവിടെ ആറാണ്. സോറി, ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ഇവിടെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് 1 ആണ്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ്, ഡോ ആർ ബൈ ഡോ ഇസഡ് പ്ലസ് ഈ പർട്ടിക്കുലർ ടേമില് താഴെയെല്ലാം ആർ സ്ക്വയർ കോമൺ ഉണ്ട്, അത് എഴുതി എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അതെടുത്ത് എഴുതി. പിന്നെ അതിനുശേഷം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. നമ്മുടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണല്ലോ 6. ആ റൂട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആർ സ്ക്വയർ ആയിരിക്കും. പുള്ളിക്കാരൻ ആർ സ്ക്വയർ ആയിരിക്കും. 1/r സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ്. അത് അതേപോലെ എഴുതി, അത് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നൗ ഈ ടേമിലെല്ലാം ആർ സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ആർ സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ആർ സ്ക്വയർ ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ടുണ്ട്, പുറത്തേക്ക് എടുത്തു. പിന്നെ എന്താണുള്ളത്? ആർ മൈനസ് എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ ആണിത്. ഡോ ആർ ബൈ ഡോ എക്സ് എക്സ് ബൈ ആർ ആണല്ലോ, അതാണ്. അപ്പോൾ ആർ മൈനസ് എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ ആർ പ്ലസ് ആർ മൈനസ് വൈ ഇൻറ്റു വൈ ബൈ ആർ, that is y square by r plus r minus z into z by r, that is z square by r plus ഇവിടെ r square cancel ആയി പോവും. ബാക്കിയുള്ളത് f double dash of r മാത്രം, f double dash of r മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാവരെയും കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു 3r കിട്ടും. f dash of r divided by r square, ഇവിടെ r that will be 3r minus x square plus y square plus z square, x square plus y square plus z square, the whole divided by r. 3r minus x square plus y square plus z square divided by r plus f double dash of r plus f double dash of r. ഈ x square plus y square plus z square എന്ന് പറയുന്നത് r square ആണ് അല്ലേ? റൂട്ട് ഓഫ് x square plus y square plus z square r ആണ്. അപ്പോൾ x square plus y square plus z റൂട്ട് മാറിയ ആള് നിങ്ങളുടെ r ആണ്. അപ്പോൾ f dash by r square into 3r minus r square by r, r square by r കണ്ടല്ലോ, പ്ലസ് f ഡബിൾ ഡാഷ് ഓഫ് r. ഇവിടെ നിന്ന് ഒരു ആറും മുകളിലത്തെ ഒരു ആറും പോവും, അങ്ങനെ r മാത്രമാവും. 3r minus r 2r ആണ്. 3r minus r 2r ആണ്. Therefore that will be f dash of r divided by r square into 2r plus f double dash of r. ഇവിടെ നിന്ന് ആറും ഇവിടെ നിന്ന് ഒരു ആറും കൂടെ വെട്ടിപ്പോവും, പിന്നെ താഴെ ഒരു ആറ് മാത്രമായിരിക്കും ബാക്കി. Therefore that will be 2 into f dash of r divided by r plus f double dash of r. 2 into f dash of r divided by r plus f double dash of r. Hence we are proved. കണ്ടല്ലോ, വളരെ നൈസ് ആയിട്ടുള്ള പ്രൂഫാണ്. പക്ഷെ ഈ പ്രൂഫ് കൊളമാകാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. എപ്പോ ആറിന് നിങ്ങൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് ഇട്ടുകൊടുത്ത് ചെയ്യാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇന്നൊന്നും നടപടിയാവുന്ന കേസല്ല ഈ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഒന്ന് കെയർഫുൾ ആവണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. കഴിഞ്ഞു.